ഇതൊന്നും നാട്ടിൽ കിട്ടൂല. പറഞ്ഞില്ല അത് വേണ്ട. കാരണം നാട്ടില് പിന്നെ മരുന്നിട്ടതേ കിട്ടുള്ളൂ. ഇത് ഒറിജിനൽ ഇതാണ്. ഇരുന്നിങ്ങനെ തിന്നാം മൂച്ചിന്റെ ചോട്ടില്. മനസ്സിലായില്ലേ? നാട്ടില് 4 ചക്കച്ചോളം ഉണ്ട് വിട്ടുകാട് ആളെ പേടിപ്പിച്ചങ്ങള്. ഇത് പണ്ടാരി. ഇത് പണ്ടാരി അവരെ പള്ളാണ്ടി മാങ്ങ പള്ളേണായി. തോട്ടച്ചേരിയാർക്കൊരു വീടലുണ്ട്. കണ്ടില്ലേ? മേലത്തെ പിടിച്ചാണി. മേലത്തെ മാങ്ങ എടുത്തോ. ഇത് സ്വർഗല്ലത്. അത് മാത്രം നാട്ടില് 4 ചക്കച്ചോളം കാട്ടിക്കാണ്ട് നിങ്ങളിങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് സൗദി അറേബ്യ. ഇത് അൽബഹ മഖ്വ എന്ന് പറഞ്ഞ സ്ഥലത്താ. എന്നിട്ട് ഞങ്ങള് നാട്ടില് വളടാത്ത വല്ല മരുന്ന് ഗാനം കിട്ടുന്നുണ്ടോ മാങ്ങ? വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കണ്ട. അസ്സലാമു അലൈക്കും. ഉണ്ടാവും. കട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പിടിച്ചിറങ്ങിയെന്നാ. അത് കണ്ടില്ലേ? കോഴിക്കോട്ടുകാരല്ലേ ലത്തീഫൊക്കെ ഇവിടെ മാങ്ങ ഇങ്ങനെ തിന്നല്ലേ? കണ്ടോളി. നാട്ടിൽ വളട്ട മാങ്ങ, കാർബൈഡ് ഇട്ട മാങ്ങല്ലേ? ഇത് ഒറിജിനലാ. കണ്ടാ ഇതാ. എന്നിട്ട് ഞങ്ങൾ അസൂയ കൊണ്ട് കാര്യം ഞങ്ങൾക്ക് അള്ള തന്ന അനുഗ്രഹമാണ്. പിന്നെ ഗൾഫിക്ക് പോവുക, എന്നാലും വിദേശികളാകുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അള്ള ചെയ്ത അനുഗ്രഹം. നിങ്ങൾ വിചാരിച്ച് ഞങ്ങളിവിടെ പട്ടിക എടുക്കുക മാങ്ങി തേങ്ങയൊന്നും കാണാതാന്ന്? ജേ ആ വക ചിന്തന്നെ വേണ്ട. കണ്ട് ഞങ്ങൾ കണ്ടാ മിറ്റത്തെ മക്കളേത് മിറ്റത്ത് മിറ്റത്ത് കണ്ടാ നാട്ടിൽ നിന്ന് വർഷാപ്പ് നിട്ട് എറിഞ്ഞ് പോന്നാ. വല്ലാത്ത ആദി കണ്ടാ. എന്നിട്ട് നാട്ടിൽ നിന്ന് 4 ചക്കച്ചോളം കെട്ട് വിട്ടുകാണ്ട് പോലും ഇങ്ങനെ ആളെ തമാസാക്കല. പെയ്ക്കോളി ചങ്ങായിമാരെ അവിടുന്ന് സഞ്ചായിട്ട് വന്നാൽ കണ്ടേ. ഇതൊക്കെ നമ്മളെ മോല, നമ്മളെ ഗഫീലിൻ്റെ മോല. എടുത്തോളി മക്കളെ, തിന്നോളി മക്കളെ, നിങ്ങൾ തിന്നിട്ട് ബാക്കി മതി എന്നാ ഗഫീൽ പറഞ്ഞത്. അസ്സലാമു അലൈക്കും.